പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്ത വ്ളോഗർ ജ്യോതി മൽഹോത്ര എന്ന ട്രാവൽ വ്ളോഗറിൻ്റെ കാര്യം ഏറെ നാളുകളായിട്ട് ചർച്ചാ വിഷയത്തിലാണ്. ഒരുപാട് ഓരോ ദിവസം കഴിയുന്തോറും അവരെ പറ്റി നിരവധി ഗൂഢമായ കാര്യങ്ങളാണ്, രഹസ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ഉള്ളത് മുൻകൂട്ടി പാകിസ്ഥാനെ അറിയിക്കുകയും IAS ഭീകരരുമായിട്ടുള്ള ബന്ധങ്ങളും അവരുമായിട്ടുള്ള ഭയങ്കര സൗഹൃദവും ഒക്കെ ഓരോ ദിവസവും കഴിയുന്തോറും NIA അന്വേഷണത്തിലൂടെ ഈ പറഞ്ഞ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ജ്യോതി മൽഹോത്രയിൽ നിന്നും നിരവധി കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനിടയിൽ കണ്ട ഇവരുടെ ഒരു വ്ളോഗിങ്, അതായത് ട്രാവൽ വിത്ത് ജോയ് എന്ന യൂട്യൂബ് ചാനലാണ് ഇവരുടെ, ആ ചാനലിൻ്റെ പേരാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഇത്തരത്തിൽ പോലീസിനൊക്കെ ലഭിച്ചിരുന്നു. ആ ഒരു ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്നിരുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് കുറച്ച് നാൾ മുമ്പ് അറിയാൻ കഴിഞ്ഞിരുന്നു. കേരളത്തിലെ കണ്ണൂരിൽ തെയ്യം കാണാൻ വന്നിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. അപ്പോഴെല്ലാം പൊതുവേ ഉണ്ടായിരുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവർക്ക് ഈ കേരളത്തിൽ, അതുമല്ല സാധാരണ നമുക്ക് കണ്ണൂരിൽ തെയ്യം കാണുന്നത് ഒക്കെ നമുക്കറിയാം എവിടെയാണെന്നുള്ളത്, മുത്തപ്പൻ ക്ഷേത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ അവിടെ ഒന്നും പോകാതെ വേറെ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോവുകയും തെയ്യം കാണുകയും ഇതിനെപ്പറ്റി ഒരു വ്ളോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇവർ സഞ്ചരിച്ചിരുന്നത്, ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനിടയിൽ വലിയ രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇവർ കേരളത്തിലെത്തി? കാരണം ഇവർക്ക് അറിയത്തില്ല കേരളത്തെ പറ്റി. അന്യ സംസ്ഥാനത്താണെങ്കിലും കേരളത്തെ പറ്റി പറഞ്ഞു കേട്ടതേ ഉള്ളൂ. അപ്പോൾ ഒരു ഗൈഡ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഇതിന് ഒരു പിൻബലമില്ലാതെ എന്തിനാണ് ഇവർ കേരളത്തിൽ വന്നത്, എങ്ങനെയാണ് വന്നത് എന്നൊക്കെയുള്ളൊരു ഭയങ്കര രഹസ്യമായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു സംഗതി പുറത്തു വരുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ തന്നെയാണ് ഇവർ കേരളത്തിലെത്തിയിരിക്കുന്നത്. അതായത് ഈ കേരള സന്ദർശനം നടത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ ചെലവാണ്. അതായത് സർക്കാരിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ കേരളത്തിലെത്തിയതെന്നും ഈ യാത്രയും താമസവും ഭക്ഷണവും ഈ ഗൈഡിനെയും എല്ലാം നമ്മുടെ ടൂറിസം വകുപ്പാണ് ഇവർക്ക് നൽകിയതുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു പത്രവാർത്തകളിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു വിവരം കിട്ടിയിരിക്കുന്നത്. കാരണം ഒന്ന് ചിന്തിക്കുക, പാകിസ്ഥാൻ ചാരയാണ്. ഈ ചാരസുന്ദരി എങ്ങനെ കേരളത്തിൽ എത്തി എന്നുള്ളത് പലയിടത്തും പല രീതിയിലും ചകഞ്ഞ് ശ്രമിച്ചിട്ടും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പാണ് ഈ ചാരസുന്ദരിയെ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത്. കോഴിക്കോടും കണ്ണൂരും പയ്യന്നൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ 7 ദിവസമാണ് ജ്യോതി മൽഹോത്ര താമസിച്ചിരിക്കുന്നത്. ടൂർ വിത്ത് കേരള ടൂറിസം എന്ന ടാഗ് ലൈനോടുകൂടിയാണ് ജ്യോതി മൽഹോത്ര കേരള സന്ദർശനത്തിൻ്റെ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ 2025 ജനുവരിയിലാണ് ഇവർ കേരള സന്ദർശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പാക് ചാര സംഘടനകളുമായി ജ്യോതി സ്ഥിരമായ ആശയവിനിമയം ഇതിനിടയിൽ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരവും ഈ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരള ടൂറിസത്തിൻ്റെ പ്രചാരണത്തിനായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വ്ളോഗർമാരെ നമുക്കറിയാം. ഇടയ്ക്ക് മുഹമ്മദ് റിയാസ് ഒക്കെ പറഞ്ഞ് അവരുടെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ, മാത്രമല്ല അല്ലാതെ തന്നെ ഈ ഒരു LDF സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രചാരണത്തിനൊക്കെ വ്ളോഗേഴ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നു. അവർ റീലുകൾ, മുഹമ്മദ് റിയാസ് തന്നെ റീലുകൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബേഴ്സിനെ, അതേപോലെ വ്ളോഗർമാരെ ഈ ഒരു ടൂറിസം വകുപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ പല ഭാഗത്തു നിന്നുള്ള വ്ളോഗർമാരെ ഉപയോഗിക്കുമെന്ന് മുഹമ്മദ് റിയാസ് ഇതിനിടയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജ്യോതി മൽഹോത്രയെ പ്രത്യേക മാർക്കറ്റിംഗ് വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവഴിയാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. അതായത് നമ്മുടെ ടൂറിസം, നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ് ജ്യോതി മൽഹോത്ര എന്ന ഈ ട്രാവൽ വ്ളോഗർ മാത്രമല്ല പാകിസ്ഥാൻ ചാരസുന്ദരിയെ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ ചെലവിൽ 7 ദിവസം സുഖിച്ച് സുഭിക്ഷമായിട്ട് കഴിച്ച് അവസാനം നമ്മുടെ രാജ്യത്തിനെ ഒറ്റുകൊടുത്ത ചാരസുന്ദരിയുടെ കഥയാണ് നമുക്ക് പറയാനുള്ള കേരളത്തിലെത്തിയ കഥ. കേരളത്തിൽ ടൂറിസം പ്രചാരണത്തിനായിട്ടാണ് എത്തിച്ചതെങ്കിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രങ്ങൾ നമുക്കറിയാം. കോവളം, വർക്കല, പൊന്മുടി, തെന്മല, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ടൂറിസം കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. നിരവധിയുണ്ട്. മൂന്നാർ, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഈ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നും ഈ ചാരസുന്ദരി പോയിട്ടില്ല. ഈ ആകെപ്പാടെ പോയത് കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ മേഖലകൾ, ഈ സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്ത് പോയിരിക്കുന്നത്. അവിടെയാണ് സംശയം വരുന്നത്. കാരണം ഈ ഒരു ട്രാവൽ ബ്ലോഗറിനെ കേരളത്തിൽ എത്തിക്കുമ്പോൾ എന്തായാലും മുഹമ്മദ് റിയാസ്
അല്ലെങ്കിൽ ഇത് ഇവരുടെ മാർക്കറ്റിംഗ് ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു ട്രാവൽ വ്ളോഗർ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, ഏത്തരത്തിലുള്ള വീഡിയോ ആണ് ഞങ്ങൾക്ക് വേണ്ടുന്നത്, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് ടൂറിസം വകുപ്പ് അറിയിക്കും. അത് ഇനി ഇവരൊരു ചാനലിന് ഒരു പരസ്യം കൊടുത്താലും, ടൂറിസം വകുപ്പിൻ്റെ ഒരു പരസ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ടൂറിസം പദ്ധതികൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാലും മുൻകൂട്ടി പറയും ഇന്ന സ്ഥലങ്ങളെക്കുറിച്ചൊന്നും ഇത് ചെയ്യണേ. പക്ഷേ ഈ ചാരസുന്ദരി ഇതിലൊന്നും പ്രധാനപ്പെട്ട ടൂറിസം മേഖലകളിലൊന്നും കൈയടത്തിയിട്ടില്ല. അവർ പ്രധാനമായിട്ട് പോയത് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നീ മേഖലകളിലാണ് ഇവർ തിരഞ്ഞെടുത്ത് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെയും സംശയം വരുന്നു, ഇതിന് ഒരു ഇതില്ലാത്ത രീതി, ഈ ചാരസുന്ദരിയുടെ പുറകിൽ ആരാണെന്നുള്ളത് പിന്നെ അവിടെ ഒരു ഇതായിട്ട് വരുവാണ്. ടൂറിസം വകുപ്പിലെ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ തരത്തിലാണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എവിടെയൊക്കെയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടുന്നത്. ഇനി അല്ലാതെ അവർക്ക് വന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം വകുപ്പ് വിപുലീകരിച്ചിരിക്കുന്ന ടൂറിസം മേഖലകളിലൊക്കെ കൈകടത്താതെ ഈ പറയുന്ന അവർ തിരഞ്ഞെടുത്ത 3 സ്ഥലങ്ങളിലേക്കാണ് അവർ പോയത്. ഇനി തെയ്യം കാണാൻ തന്നെ തെയ്യത്തിൻ്റെ പറശ്ശിനിക്കടവുള്ളപ്പോൾ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പനെ അല്ലെ അവിടുത്തെ തെയ്യോ കാണാതെ അവർ പോയത് കണ്ണൂരിലെ വനശാസ്ത്ര ക്ഷേത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ ഒരു സംശയം വരും. അപ്പം ഇപ്പോൾ ഇവരുടെ പുറകിൽ ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടും ടൂറിസം വകുപ്പിലെ ഗൈഡ് ഉണ്ടായിരിക്കും. ഭക്ഷണം, താമസം എല്ലാം ഇവർ തന്നെയാണ്, ടൂറിസം വകുപ്പ് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടു? അവരുടെ സ്വന്തമായിട്ടുള്ള രീതിയാണോ, തീരുമാനത്തിലാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഇനി അന്വേഷണ സംഘം സംശയാസ്പദമായിട്ട് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം, കൊച്ചിയിൽ റാണ എന്ന തീവ്രവാദി വരെ എത്തിയ മുംബൈ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട തീവ്രവാദി റാണ വരെ എത്തിയെന്നുള്ളതിൻ്റെ പിന്നിൽ ഇപ്പോൾ NIA സംഘം അന്വേഷിക്കുകയാണ്. പക്ഷേ ഈ തീവ്രവാദികളെല്ലാം കൂടെ കേരളത്തിലേക്ക് എന്തിനു വരുന്നു, ആരാണ് ഇവരെ സഹായിക്കുന്നത്? ഇപ്പോൾ എന്തായാലും ചാരസുന്ദരിയുടെ പുറകിൽ ടൂറിസം വകുപ്പുണ്ടെന്നുള്ളത് പിടികിട്ടി. ടൂറിസം വകുപ്പ് വഴിയാണ് ഇവർ നാട്ടിൽ വന്നതെന്നുള്ളതും ഇപ്പോൾ സംശയാസ്പദമായിട്ട് ഇരിക്കുകയാണ്. 7 ദിവസത്തെ യാത്രയിൽ വ്ലോഗിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്കും അപ്പുറം ഇവർ എവിടെയെല്ലാം യാത്ര ചെയ്തു, ആരെയൊക്കെ കണ്ടു, ഇനി എന്തൊക്കെയാണ്, ആരൊക്കെയായിട്ടാണ് കൂടിക്കാഴ്ചകൾ നടത്തിയത്, പ്രത്യേകിച്ച് കണ്ണൂർ ആ ഏരിയയിലാണ് കൂടുതൽ ഇവർ തങ്ങിയിരുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, യാത്ര ചെയ്ത കൂടുതൽ സ്ഥലങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സംഘം ഇവരുടെ പുറകെ തന്നെ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭീകരവാദ സംഘടനകൾക്ക് ശക്തിയുള്ള പ്രദേശങ്ങളും ഇത്തരത്തിൽ നമ്മുടെ കണ്ണൂർ ആ ഒരു പ്രദേശങ്ങളുണ്ട്. നമുക്കറിയാം, പണ്ട് 11 നമ്മുടെ യുവാക്കളാണ് ഈ തീവ്രവാദ ഗ്രൂപ്പിലേക്ക് ഇവിടുന്ന് നാട് വിട്ടു പോയേക്കുന്നത്. അവരെ പറ്റി യാതൊരു അറിവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ സന്ദർശിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ത് തന്നെയാലും ഇവരുടെ ഈ ഒരു ഇതൊക്കെ പോകുമ്പോൾ വീഡിയോ ഒക്കെ വരുമ്പോഴത്തേനും കൂടുതലും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ കുറച്ചുകൂടി ഇതാക്കുന്ന തരത്തിലുള്ള വ്ളോഗിങ് ഒക്കെയായിരുന്നു വന്നത്. അത്തരത്തിലാണ് ഈ അന്വേഷണ സംഘം ഇവരിലേക്ക് അന്വേഷണം നീണ്ടത്. അങ്ങനെയാണ് ഇവരുടെ ഈ ഒരു പൊതുവെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തിയതും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായിട്ടുള്ള ഇവരുടെ അഭേദ്യമായിട്ടുള്ള സൗഹൃദവും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തതും അതിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ കേരളത്തിലെത്തി നിൽക്കുന്നത്. എന്തായാലും കേരളത്തിലെ ടൂറിസം വകുപ്പ് ഈ വ്ളോഗറിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഈ വ്ളോഗറിന് വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം ശരിയാക്കി കൊടുത്തിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. റിയാസിൻ്റെ കെയർ ഓഫ്, അതായത് നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ കെയർ ഓഫിൽ തന്നെയാണ്. അതെന്തായാലും മന്ത്രി അറിയാണ്ട് ഒരു അന്യ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ഇത്രയും ട്രാവൽ വ്ളോഗറായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിതലത്തിൽ നിന്ന് തന്നെ വരേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും പമ്മിയിരിക്കുന്നതെല്ലാം ഓരോന്ന് കുത്തി പൊക്കി വരുന്നുണ്ട്. ഇനി എന്തായാലും ജ്യോതി മൽഹോത്രയുടെ പിറകിൽ, പ്രത്യേകിച്ച് കണ്ണൂർ അവർ എന്തിനാണ് വന്നത്, കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പോയി തെയ്യം ഇത് ചെയ്യാതെ പയ്യന്നൂർ എന്തിനാണ് പോയിരിക്കുന്നത്, മാത്രമല്ല ശാസ്താക്ഷേത്രം കണ്ണൂരിലെ വനശാസ്ത്ര ക്ഷേത്രത്തിൽ എന്തിനാണ് ഇവർ പോയിരിക്കുന്നത്, അതുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ കുറേ കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ കുറേ സംഗതികളൊക്കെ അതുമായി ബന്ധപ്പെട്ട തീരദേശത്തൊക്കെ സംഗതികളുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ലക്ഷ്യമാണോ? മാത്രമല്ല കണ്ണൂരിലെ ചില തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരമുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ രഹസ്യമായിട്ടുള്ള ബന്ധമുണ്ടോ? ഈ ടൂറിസം വകുപ്പിൽ ആരെങ്കിലും
ഇവരെ അതിന് പിന്തുണച്ചിരുന്നോ, ടൂറിസം വകുപ്പിൽ ഇനി ഇവരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് പുറമേ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ കുറച്ച് ദിവസത്തിനകത്ത് അറിയാൻ കഴിയും. എന്തായാലും കേരളത്തിൽ ഈ വ്ളോഗർ സന്ദർശനം നടത്തിയത് ഒന്നും നമുക്കറിയാം സംസ്ഥാന ടൂറിസത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. സംസ്ഥാന ടൂറിസത്തിൻ്റെ സഹായത്തിൽ ഉണ്ടു ഉറങ്ങി അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് നമ്മുടെ രാജ്യത്തിന് ഒറ്റ കൊടുത്തിരിക്കുകയാണ് ചാരസുന്ദരി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിലാണ്. ഒരു പക്ഷേ ടൂറിസം വകുപ്പിന് ഇതിന് യാതൊരു അറിവും ഇല്ലായിരിക്കാം. ഇപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഇതിനകത്ത് തന്നെ ടൂറിസം വകുപ്പിനകത്ത് തന്നെ അല്ലെങ്കിൽ പുറമേ നിന്നുകൊണ്ട് ഇവർക്ക് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അതൊരു സംശയമായിട്ട് വരുന്നത് ടൂറിസം വകുപ്പിന് ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സിനെ ഇപ്പോൾ ഒരു ചാനലിനെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അവർ പറയും ഇന്ന ഇന്ന സ്ഥലങ്ങൾ നിങ്ങൾ കുറച്ച് പ്രൊമോട്ട് ചെയ്യണേ എന്നുള്ള, അല്ല തോന്നുംപടി വന്ന് ഓരോന്ന് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ വന്ന് കണ്ടിട്ട് പോകാനല്ലല്ലോ. ടൂറിസം വകുപ്പിൽ നിന്ന് തന്നെ ഉള്ളവർ പറയും ഇന്ന ഇന്ന സ്ഥലങ്ങൾ പോയി നിങ്ങൾ കുറച്ച് പ്രൊമോട്ട് ചെയ്യണേ, ഇന്ന സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്. കാരണം കാശ് കൊടുക്കുന്നതല്ലേ, അപ്പോൾ കാശ് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ജോലി അവരല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഇത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ട്രാവലിംഗ് ചെയ്ത് നമ്മൾ വ്ളോഗ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം സ്ഥലങ്ങൾ കാണാൻ പോകാനോ ഉള്ളതല്ലല്ലോ. അപ്പം അവിടെ ഒരു സംശയം വരുന്നുണ്ട്, ആരായിരിക്കും ഇതിൻ്റെ പുറകിലുള്ളത്, എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത്. വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ടായിരുന്നു. ഓക്കെ, കണ്ണൂരിൽ ഇപ്പോൾ പറശ്ശിനിക്കടവ് തെയ്യം ഓക്കെ ടൂറിസത്തിൻ്റെ ഒരു വലിയ ഒരു ഇതാണ്. പക്ഷെ അവിടെ പോവാതെ മറ്റൊരിടത്ത് പോകാൻ ഇങ്ങനൊരു നിയന്ത്രണമില്ലാതെ ഇവരെ ആരാണ് ഇത്തരത്തിൽ ഏർപ്പെടുത്തിയത്, ഇവരെ ഇങ്ങനെ നിയന്ത്രണമില്ലാത്ത രീതിയിൽ കേരളത്തിൽ വിലസി നടക്കാൻ ആരാണ് പ്രചോദനം നൽകിയത് എന്നൊക്കെയുള്ളത് സംശയാസ്പദമായിട്ട് തരുന്നു. അപ്പോഴാണ് അവിടെ ടൂറിസം വകുപ്പിന് മേലെ ഒരു സംശയം നിഴലിക്കുന്നത്. എന്ത് തന്നെയായാലും ആരൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് താമസിയാതെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തും. കാരണം നമ്മുടെ വലിയ ഒരു വിപത്താണ് നമ്മുടെ രാജ്യത്തിന് ഒരു ക്ഷതമാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തും. ആരെയാണെങ്കിലും തൂത്തുവാരി കയ്യോടെ പൊക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും കേരളത്തിൻ്റെ ടൂറിസം വകുപ്പിന് ഇതൊരു നാണക്കേടായിട്ട് തന്നെ